കസാക്കിസ്ഥാൻ, റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലവിൽ MBBS പഠനത്തിന് 24 സ്റ്റഡി അബ്രോഡ് സ്പോട്ട് അഡ്മിഷൻ സൗകര്യം ഒരുക്കുന്നു. സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു. ജൂലൈ 29 ഹയാത്ത് റീജൻസി തിരുവനന്തപുരം, ജൂലൈ 31 റാഡിസൺ ബ്ലൂ എറണാകുളം, ഓഗസ്റ്റ് 2 ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട്. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9001900156 8008000120. ചേട്ടൻ വരുന്നുണ്ട്, സുനാമി വരുന്നോനെ. അതിലും വലുതാ കൊന്റെ പൊന്നു കൊച്ചാ വരുന്നേ. അതെ, ഇന്നലെ വൈകിട്ട് ചേട്ടനും ചേച്ചിയായിട്ട് ഫോൺ വിളിച്ച് സംസാരിച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് അടിയായി പോയി. അപ്പൊ ഇപ്പൊ കയറി വന്ന് എന്നെ അന്വേഷിച്ചു കഴിഞ്ഞാൽ നീ പറയണേ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറയണം. എങ്ങനെ ഇല്ലെന്ന് പറയണം? ഇല്ലെന്ന് പറയണം. ഓക്കെ, പറഞ്ഞില്ലെങ്കിൽ എന്റെ കട്ടയപ്പടവും മടങ്ങും കൊച്ചേ. അങ്ങനാണെങ്കിൽ എനിക്ക് 2 ഐസ്ക്രീമും പിന്നെ 3 ചോക്ലേറ്റും പിന്നെ 4 പട്ടി ബിസ്ക്കറ്റും എല്ലാം മേടിച്ചു തരാം. പോരെ, നീ മേടിച്ചു തരുമോ? മേടിച്ച് തരാടി. നീ അമ്മൂമ്മ അടുത്തും കല്യാണം അടുത്തൊന്ന് പറഞ്ഞേക്കണം കേട്ടാ. ചേട്ടാ കാലും കൂടെ കാലാത്താക്ക്. എന്താ ജസ്റ്റ് മിസ്. ജസ്റ്റ് മിസ്സാ? ഇപ്പൊ കേശവൻ അങ്ങോട്ട് ഇറങ്ങി പോയത്. പോയാ? എവിടെ പോയി? രാവിലെ എവിടെ പോണ്ടാന്നാ പറഞ്ഞേ. ഇപ്പൊ ഇങ്ങോട്ട് ഫ്രണ്ട് വിളിച്ച് അപ്പൊ പോയി. കേസ് ഇങ്ങ തന്നെ ഇരുന്നാ എങ്ക പോനാ? അതല്ലേ ഞാൻ പറഞ്ഞേ ജസ്റ്റ് മിസ് എന്ന്. ചേച്ചി ചേച്ചി എന്തോ ആലോചിക്കുന്നേ? ഒന്നുമില്ല. വരുന്നവരിക്ക് കേശവനെ കണ്ടില്ലേ? ஒரு வேளை அவன் இங்க இருந்து இறங்கினப்போ ஒரு ஆட்டோ கிடைச்சிருக்கும், அதுல ஏறி போயிருப்பான். மெர்லின், கேசுவ பார்க்கணும்னா கொஞ்சம் கூப்பிட்டு பாரு. ഏയ് ഇനി ഞാൻ വിളിക്കില്ല. ഇന്നലെ രാത്രിത്തോടുകൂടി എനിക്ക് മതിയായി. നിങ്ങൾ തമ്മിൽ വഴക്കായ? വഴക്കായി. എന്തുവാ കാരണം? അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ. മോളെ, അമ്മൂമ്മ കടവലത്ത് പോയിരിക്കായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് വെളുപ്പിനെ വന്നു. அம்மா, மெர்லின் கேசுவ பார்க்க வந்தாம்மா. ஆனா கேசு எங்கேயோ கிளம்பி போயிட்டான். അവർ രണ്ടുപേരും കൂടെ വഴക്കിട്ടൊന്നു. ആണോ? എന്താ കാര്യം? പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലെന്നു. അതൊന്നും അല്ല അമ്മൂമ്മ. അവന് നിസ്സാര കാര്യം മതി ഓരോ ഉടക്കുണ്ടാക്കാൻ. അവന്റെ വിചാരേ അവൻ ഈ ലോകത്തെ എല്ലാ കാര്യവും അറിയാത്ത, പിന്നെ എൻസൈക്ലോപീഡിയ ആണല്ലോ. மெர்லின் அவன் அப்படியே தான், ரொம்ப சூப்பர், அவனுக்கு எல்லாமே தெரியும். ആന്റി ഒന്നും മിണ്ടാണ്ടിരിക്കണ്ടോ? ഈ വീട്ടിൽ ആന്റിയാണ് അവന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് എനിക്ക് നല്ല പോലെ അറിയാം. കേശവനെ സൂപ്പറാ, അതുകൊണ്ടല്ലേ മെർലിൻ ചേച്ചി കേശവനെ തന്നെ തെരഞ്ഞെടുത്തേ. மெர்லின், நீ காலையில ஏதாவது சாப்பிட்டியா? വീട്ടിലെന്ന് അപ്പവും മട്ടൻ സ്റ്റൂ ഉണ്ടായിരുന്നു. അപ്പോ മട്ടൺ സ്റ്റൂവോ രാവിലെയോ? ചേച്ചിയുടെ ഒക്കെ ഒരു യോഗം. ഇവിടെ ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്, ഉണക്ക പുട്ടും കടലയും. എന്നിട്ട് ഒന്നും നോക്കിയില്ലല്ലോ, 2 കുറ്റിയാണല്ലോ ഉണക്കപ്പുട്ടും കടലയും കഴിച്ചത്. പിന്നെ വിശന്നാ കഴിക്കൂല. എന്തായാലും എനിക്ക് കനകാന്റിയുടെ കയ്യിൽ നിന്ന് ഒരു കോഫി വേണം. சூடா காஃபி நானே போட்டு தரேன், வா. പക്ഷേ നീ എന്തോ പറഞ്ഞേ? ഉണക്കപ്പുട്ടും കടലയോ? ആൾക്കാരുടെ മുമ്പ് വെച്ച് നീ നാണം കെടുത്തൂല്ല? ഇടയ്ക്കിടയ്ക്ക് മട്ടൻ കറി ഉണ്ടാക്കി തരണം. എന്താ? ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയരുത്. എടാ, അതിന് നീ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ ഇവിടെ ഇല്ലല്ലോ അമ്മൂമ്മ. ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ ഇവിടെ ഉണ്ടെന്ന് അവളുടെ അടുത്ത് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നവും. അതുകൊണ്ടാ. എന്തോ പ്രശ്നം? അത് ചെറിയൊരു പ്രശ്നം. അമ്മൂമ്മ പറയരുത് ഞാൻ ഇവിടെ ഉണ്ടെന്ന്. ചോദിച്ചാ പറയും. എന്തരമ്മൂമ്മ പറയല്ലേ? പറയാനും പോകുന്നില്ല, പറയാതിരിക്കാനും പോകുന്നില്ല. അത് മതി. പറയ്, നേരെ അടുക്കളോട്ട് ചെല്ലി. എന്നിട്ട് അവൾ എന്തിനു പറയണമെന്നൊക്കെ ചോദിച്ചും കണ്ട് അറിയിച്ചില്ലേ? ചേട്ടനെ പറ്റി നല്ലൊന്നും പറയാൻ സാധ്യതയില്ല. പോയേ പോ ചെല്ലേ ചോരട്ടാ ചെല്ലേ അമ്മൂമ്മ പോ ചെല്ലേ. ഞാൻ ചോദിക്കുവാണെങ്കിൽ എന്താ പറയണം? ഒന്നും ഞാൻ ഇവിടെ ഇല്ല 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 ചെല്ലേ ചെല്ലേ.